നമസ്കാരം. ഞാൻ സന്തോഷ് ആലപ്പാട്. നിങ്ങളെല്ലായ്പ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ നോക്കുക, മറ്റുള്ളവരുടെ ശരീരത്തെ നോക്കുക. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വയം ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. നമ്മുടെ ഒരു മനുഷ്യ ശരീരം ഒരു ഫാക്ടറിയാക്കി മാറ്റിയാൽ അതിൽ 5 ലക്ഷം പേർക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ അത് സത്യമാണോ? അപ്പോൾ കേരളത്തിലുള്ള ഒരു 50 മനുഷ്യരെ പിടിച്ചൊരു ഫാക്ടറി ആക്കിയാൽ 5 × 5 ലക്ഷം, 50 × 5 ലക്ഷം, 2.5 കോടി ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടും. അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ. അതുപോട്ടെ, നമുക്ക് നോക്കാം, നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മെഷീനറീസാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ നിങ്ങൾ ഭക്ഷണം വെച്ചു. ആ പാത്രത്തിലുള്ള ഭക്ഷണം എല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് JCB ആണ്, അതായത് നിങ്ങളുടെ കൈകൾ. തുടർന്ന് ആ JCB എടുത്ത് നിങ്ങൾ വായിലേക്ക് വയ്ക്കുന്നു. ഈ വായിൽ വെച്ച ഈ ഭക്ഷണം 2 സൈഡിലേക്ക് മാറ്റുന്നൊരു മെഷീനുണ്ട്, അതാണ് ഹിറ്റാച്ചി, നിങ്ങളുടെ നാക്ക്. തുടർന്ന് ക്രഷിംഗ് മെഷീൻ, നിങ്ങളുടെ പല്ലുകൾ. ഈ ചവച്ചരച്ച ഈ പദാർത്ഥം അത് ഉള്ളിലേക്ക് തള്ളിവിടുന്നത്, അതായത് ഫുഡ് പൈപ്പിലേക്ക് തള്ളിവിടുന്നത് ഈ സെയിം ഹിറ്റാച്ചി തന്നെ. ഫുഡ് പൈപ്പ് ക്രഷിംഗ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ കംപ്രഷനാണ് നടക്കുന്നത്. ഈ ഫുഡ് പൈപ്പ് ഈ കംപ്രസ് ചെയ്ത് ഈ ഫുഡിനെ, നമ്മൾ കഴിച്ച ഫുഡിനെ ഒന്നും കൂടിയും ഒരു ക്രീമി പേസ്റ്റി രൂപത്തിലാക്കുന്നു. അതിനുശേഷം അത് 100 ഗ്രാം മാത്രം വലിപ്പമുള്ള അല്ലെങ്കിൽ 100 ഗ്രാം കപ്പാസിറ്റി ഉള്ള ഒരു ആമാശയത്തിലേക്ക് കടത്തിവിടുന്നു. അവിടെ ഈ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പാൻക്രിയാസും ലിവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫയറാണ്. ഈ കെമിക്കൽ ഫയറിൽ കിടന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലുള്ള ഭക്ഷണം വീണ്ടും വേവുന്നു. ആ വെന്ത ഭക്ഷണം നമ്മുടെ ചെറുകുടലിലേക്ക് തള്ളിവിടുന്നു. ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു കാര്യം അറിയോ? കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയിൽ നമ്മൾ വെള്ളം കോരി ഒഴിച്ചാലോ അത് കെട്ടുപോകും, അല്ലേ? അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിലേക്ക് നമ്മൾ തണുത്തത് എന്തെങ്കിലും ചെയ്താലോ അത് മരവിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം ആമാശയം വരെ എത്തി. ഇനി എന്ത് സംഭവിക്കുന്നു? കാത്തിരുന്ന് കാണാം.